ഏതെങ്കിലും ദശയിലെ ആദിത്യൻ്റെ അപഹാരമായിരിക്കാം, ആ സമയത്തായിരിക്കും അച്ഛൻ മരിക്കുന്നത്. പക്ഷെ ആദിത്യ അപഹാരം അല്ലാത്ത സമയത്തും മരിക്കും. പിതൃഭാവത്തെ ചിന്തിക്കേണ്ട രാശികളിൽ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അപഹാരം വരുന്ന സമയത്തും അച്ഛൻ മരിക്കാം. അദ്ദേഹം നേരത്തെ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ചു, സദ്യ കൊടുത്തു, കൃത്യസ്ഥാനം കണ്ട് ഭാഗത്ത് കുഴി കുഴിച്ച് സമയത്തിലുള്ള കുഴിയിൽ ഇറങ്ങിയിരുന്നു, യാത്ര വെച്ച് ഇറങ്ങിയിരുന്നു പോയത്. അല്ലാതെ ഈ മരിച്ചപ്പോൾ എടുത്തിരുത്തിയതൊന്നുമല്ല. സഞ്ജയൻ സർ, ഇപ്പോൾ അച്ഛൻ്റെ ജാതകത്തിലെ മരണകാലം അത് മക്കളുടെ ജാതകത്തിൽ കൂടി അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അച്ഛൻ്റെ ജാതകത്തിലെ മരണകാലം, അച്ഛന് ഒരു മരണകാലം, ഇപ്പം നമുക്ക് അവർക്ക് 3 or 4 മരണസന്ധികൾ കാണും. ആ മരണസന്ധികളിൽ ഏതിലെങ്കിലും ഒരു മരണസന്ധിയിലായിരിക്കും നമ്മളൊക്കെ യാത്രയാകുന്നത്. അത് മക്കളുടെ ഗ്രഹനിലയിലും കാണും. ഈ ആദിത്യൻ്റെ അപഹാരം, ഏതെങ്കിലും ദശയിലെ ആദിത്യാപഹാര സമയം വരുമ്പോഴായിരിക്കും മിക്കവാറും അച്ഛൻ മരിക്കാറ്. അപ്പം ആദിത്യൻ തന്നെ അപഹാരം വന്നാൽ ഒക്കുമോ? ഇപ്പം ആദിത്യ ദശയിൽ ചില മക്കൾക്ക് ആദിത്യ ദശയിൽ വേറെ ഏതെങ്കിലും പാവഗ്രഹങ്ങളുടെ അപഹാരമാകാം. പിന്നെ ചിലപ്പം ഏതെങ്കിലും ദശയിലെ ആദിത്യൻ്റെ അപഹാരമായിരിക്കാം, ആ സമയത്തായിരിക്കും അച്ഛൻ മരിക്കുന്നത്. പക്ഷെ ആദിത്യ അപഹാരം അല്ലാത്ത സമയത്തും മരിക്കും. പിതൃഭാവത്തെ ചിന്തിക്കേണ്ട രാശികളിൽ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അപഹാരം വരുന്ന സമയത്തും അച്ഛൻ മരിക്കാം. അങ്ങനെയുണ്ട്. പിന്നെ വളരെ വിചിത്രമായൊരു ഉത്തരവുണ്ട് അതിനകത്ത്. ഈ അച്ഛൻ മരിച്ചില്ല എൻ്റെ ആ കാലയളവിൽ, ഞാൻ ഒരു മകനേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ കാലയളവിൽ മരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അച്ഛൻ വേറെ ആയിരിക്കുമെങ്കിലും പ്രശ്നമാകും. ഇത് അമ്മ പറഞ്ഞ അച്ഛനാകാം, മനസ്സിലായില്ലേ? ഈ ചെല്ലി ഇപ്പം നാടിക്കൊക്കെ പോകുമ്പോൾ പ്രശ്നമാകുന്നുണ്ട്. നാടിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേര് പറയും, അമ്മയുടെ പേര് കൃത്യമായി, പക്ഷെ അച്ഛൻ്റെ പേര് ഇല്ല. അത് അമ്മ പറഞ്ഞ ആളുടെ പേരായിരിക്കും, ചിലർക്ക് അങ്ങനെ വരും. അതുകൊണ്ട് എനിക്ക് നാടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോരുന്നവരുണ്ട്. ഇവരിത് പറയത്തുമില്ല ഈ സത്യം, മനസ്സിലായില്ലേ? യഥാർത്ഥ അച്ഛൻ്റെ പേര് അതിനകത്ത് വന്ന് കാണും. ഇനിയിപ്പോൾ ഈ ഇപ്പം കൃത്രിമ ബീജസങ്കലനം നടത്തിയുണ്ടായിരിക്കുന്ന കുട്ടികളുടെയൊക്കെ ജാതകം നോക്കുമ്പോൾ ഇതൊരു നാഡീജോഷത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. യഥാർത്ഥ അച്ഛൻ ബീജ ബീജം കൊടുത്ത ആളല്ലേ, ദാതാവാ. അതാണ്, അങ്ങനെയൊക്കെ വരും. പക്ഷേ ഈ ഇടയ്ക്ക് എന്നോട് ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, ആ പഴയ കാലത്ത് പല ജ്യോത്സ്യന്മാരും പറഞ്ഞിരുന്നു എൻ്റെ ഈ ദശയിൽ ഇന്ന അപഹാരത്തിൽ അച്ഛൻ മരിക്കണം, അച്ഛൻ അപ്പോഴെങ്കിലും മരിച്ചില്ല. അപ്പം പിന്നെ ഞങ്ങളൊക്കെ അല്ലാത്തവർ കൂടുന്ന സമയത്ത് ഇത് പറയും. പിന്നെ ഇയാളങ്ങ് വലിയ വഴക്ക്, ഒരു വലിയ ഘോരമായ സംസാരമായപ്പോൾ താങ്കളുടെ അച്ഛൻ അത് തന്നെ ആയിരിക്കില്ല എന്നുള്ളത് ആയിരിക്കും അതിൻ്റെ ഉത്തരവെന്ന് പറയേണ്ടി വന്നു. പണ്ട് നമ്മുടെ കേരളത്തിലൊരു രാജകൊട്ടാരത്തിലൊരു രാജകുമാരൻ്റെ ഇത്രാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അച്ഛൻ മരിക്കുമെന്ന് കൊട്ടാരം ജ്യോത്സ്യൻ ദർബാർ ഹാളിൽ വെച്ച് പറഞ്ഞു, പ്രഖ്യാപിച്ചു. ആ സമയം ആ ദിവസമായപ്പോൾ രാജാവ് മരിച്ചില്ല. അപ്പം രാജാവ് പറഞ്ഞു ഇയാളെ വിളിച്ച് കൊല്ലുമല്ലോ രാജാക്കന്മാർ, അതിനുവേണ്ടി ഒരുങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ കുട്ടിയുടെ രാജകുമാരൻ്റെ അച്ഛൻ മരിക്കുമെന്നേ പറഞ്ഞോളൂ, രാജാവ് മരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് അവിടുത്തെ വിറക് കീറുന്ന ആൾ മരിച്ചിരുന്നു, അതായിരുന്നു കുട്ടിയുടെ അച്ഛൻ. ഇതുപോലെ വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കയറി ഇങ്ങനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമുക്ക് ഉത്തരം കൊടുക്കാനുള്ള പോയിന്റ്സ് അങ്ങനെയും ഉണ്ട്. അത് പറയുമ്പോഴത്തേക്കാണ് പിന്നെ ജാരസന്തതിയാണോ അല്ലയോ എന്നും ഒക്കെ അറിയാം, അതുകൊണ്ട് ഗ്രഹനിലയിൽ അറിയാനൊക്കെ. ഇപ്പോൾ ഒരു വീട്ടില് ഒരച്ഛന് 2 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ ജാതക ഫലത്തിൽ അച്ഛൻ ഇന്ന സമയത്ത് മരിക്കും എന്നുണ്ടെന്ന് വിചാരിക്കും. മറ്റേ ആളുടെ, അതായത് സഹോദരനോ സഹോദരിയോ ആ ആളുടെ ജാതക ഫലത്തിൽ ഇങ്ങനെ ഒരു ഫലം ഇല്ലെങ്കിൽ അത് തമ്മിലൊരു അങ്ങനെ ഫലം ഇല്ലാതെ വരികയില്ല. കാരണം അവർക്ക് ചിലപ്പോൾ ഇപ്പം നമ്മൾ ആദിത്യനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പൊതുവെ പിതൃ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. എങ്കിൽ ആദിത്യൻ നിന്ന രാശിയിലെ രാശിനാഥൻ ഏതെങ്കിലും തരത്തിൽ അവിടെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അപഹാരത്തിൽ. ഇപ്പം ആദിത്യൻ നിന്നത് ബുധന്റെ രാശിയിലാണെന്ന് വയ്ക്കുക. അപ്പോൾ ബുധന്റെ അപഹാരമോ ബുധന്റെ ദശയിലെ ആദിത്യന്റെ അപഹാരമോ അല്ലെങ്കിൽ ബുധന്റെ ദശയിൽ ബുധനോടൊപ്പം കേതു പോലെ നിൽക്കുമ്പോൾ കേതുവിന്റെ അപഹാരമോ ഒക്കെയാണോ എന്നുള്ളത് ജ്യോത്സ്യനെ ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടെത്തിയിട്ടത് പറയണം. അങ്ങനെ പറയാം. അപ്പം ആദിത്യന് പറഞ്ഞിരിക്കുന്ന രാശിയുണ്ട്. അത് കാരണം ഇപ്പം ഇത്രാം ഭാവം 9, 10 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന ഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. അത് പുസ്തകത്തെ പഠിച്ചെടുക്കേണ്ടത്, നമ്മൾ ക്ലാസ് അല്ലല്ലോ. ഇനി അതിനെക്കുറിച്ച് സാധാരണ ഇനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നൊരു പോയിന്റ്, ആദിത്യനോടൊപ്പം നിന്ന ഗ്രഹങ്ങൾ, പിന്നെ ആദിത്യൻ്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശിയിൽ നിന്ന ഗ്രഹങ്ങൾ, ഇവയുടെയൊക്കെ പരസ്പരം അല്ലെങ്കിൽ ആദിത്യൻ്റെ
കൂടെ നിന്ന ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദശയിൽ ആദിത്യൻ്റെ അപഹാരമാണോ, ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അപഹാരമാണോ, ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ അപഹാരവും ദശയുമാണോ, ഇങ്ങനെയൊക്കെയുള്ള നോക്കിയിട്ട് സൂക്ഷ്മതയിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാനൊക്കെ. അപ്പോൾ എന്തായാലും ഇനി അതിലും സൂക്ഷ്മതയിൽ ആ മരിക്കുന്ന ദിവസങ്ങൾ പോലും കണക്കാക്കാനൊക്കെ. ശരി. അപ്പൊ ഈ രണ്ട് മക്കളുണ്ടെങ്കിൽ ആ രണ്ട് മക്കളുടെയും ജാതകത്തിൽ ഇങ്ങനെ ഒരു ഫലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, ഉണ്ടാകും. എൻ്റെ അച്ഛൻ ഫെബ്രുവരി 10 മരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഫെബ്രുവരി 4 മരിച്ചു കൃത്യമായിട്ട്. അതുകൊണ്ട് ഒരു വർഷം മൊത്തം എന്നെയും സഹോദരനെയൊക്കെ വിളിച്ചിട്ട് അച്ഛൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളെല്ലാം നാടിനെയും വീടിനെയും പൂർവികരെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു. പക്ഷെ സമ്പൂർണ്ണമായിട്ട് കേൾക്കാൻ ഞാനത് ഇരിക്കുകയും ചെയ്തു. അവസാനമായപ്പം വേഗം പറച്ചിലായി. ഇതെല്ലാം ഒന്ന് പറഞ്ഞ് തീരണം. ഒത്തിരി ഗുണം കിട്ടി. അതുകൊണ്ട് ഒരുപാട് നാട്ടറിവും വീട്ടറിവും അദ്ദേഹത്തിൻ്റെതായ സ്വയം സ്വീകരിച്ച അറിവുകളും ഒക്കെ കിട്ടി. ഫെബ്രുവരി 10 മരിക്കുമെന്ന് പറഞ്ഞു, 4 മരിച്ചു. അപ്പോൾ അതൊക്കെ അത്രയും അനലൈസ് ചെയ്ത് വെച്ചിരുന്നു. അത് പിന്നൊരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ അച്ഛനും വലിയ ദേവി ജപക്കാരനും ഒക്കെ ആയിരുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശേഷമുണ്ട്. അതൊക്കെ നമ്മളെ സഹായിക്കും ഇത്തരം പ്രഡിക്ഷനെ. അപ്പം നേരെ തിരിച്ചും ഈ ഫലങ്ങൾ അറിയാൻ സാധിക്കില്ല. അതായത് മക്കളുടെ എൻ്റെ വീട്ടിലെ ജീവൽ സമാധി ഇരിക്കുന്ന ആൾ ഇതുപോലെ തന്നെ ഉത്തര നക്ഷത്രത്തിൽ ശരീരം പോകുന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇരുന്ന 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജീവൽ സമാധി മണ്ഡപം എൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹം ഈ നേരത്തെ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ചു, സദ്യ കൊടുത്തു, കൃത്യസ്ഥാനം കണ്ട് ഭാഗത്ത് കുഴി കുഴിച്ച് സമയത്തിലുള്ള കുഴിയിൽ ഇറങ്ങിയിരുന്നു, യാത്ര വെച്ച് ഇറങ്ങിയിരുന്നു പോയത്. അല്ലാതെ ഈ മരിച്ചപ്പോൾ എടുത്തിരുത്തിയതൊന്നുമല്ല. അങ്ങനെയുള്ളത് അപൂർവമായിട്ടുണ്ട്. അങ്ങനെയുള്ളത് മിക്കതും വരുന്ന ഉത്തര നക്ഷത്രത്തിലായിരിക്കും. അതെല്ലാം തികഞ്ഞു പോവാ. തിരിച്ചു സംഭവിക്കില്ലേ? അതായത് മക്കളുടെ ഫലം അച്ഛന്റെയോ അമ്മയുടെയോ ജാതകത്തിൽ കൂടി അറിയാൻ സാധിക്കും. മക്കളെ കൊണ്ട് ദോഷം വരാനിരിക്കുന്നത്, മക്കൾ മരിക്കാൻ സാധ്യതയുള്ളത് ഒക്കെ ഉണ്ട്. സഹോദരങ്ങളെ കുറിച്ച് അറിയാനൊക്കെയല്ലോ. സഹോദരങ്ങൾ വാഴത്തേയില്ല. ചിലർക്ക് സഹോദരങ്ങൾ വാഴുകയില്ല. വാഴില്ലെന്ന് വെച്ചാൽ അവർ മരിക്കും, അവർക്ക് നാശം വരും, അവർ മന്ദബുദ്ധികളാകും, ഇങ്ങനെയൊക്കെ വരും. അതായത് അവരുടെ ജാതകഫലം ഈ ജാതക ഫലത്താലും വരും. ഇപ്പൊ 3-ാം ഭാവം സഹോദരകാരകനാണ് ചൊവ്വ ദോഷമാണെങ്കിൽ ശ്രദ്ധിക്കണം. സഹോദര ഭാവത്തിൽ ഏതെങ്കിലും നീചഗ്രഹങ്ങൾ നിൽക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് സഹോദരങ്ങൾക്ക് വരാവുന്ന നാശം, മാതൃനാശം. ഈ കുറച്ചു കാലം മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, ഒരു പെൺകുട്ടിയുടെ ജാതകം എഴുതിയപ്പം 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആ ജാതകത്തിൽ തിരിഞ്ഞ് കറങ്ങി എല്ലാം വരുന്നത് മക്കളെ കൊണ്ട് മരിക്കുകയാണ്. മക്കൾ കൊല്ലും. അത് നമ്മൾ എഴുതി വെക്കേണ്ടി വരും. അവരോട് രഹസ്യ കുട്ടിയെ കാണിക്കണ്ടെന്ന് പറയും. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ടാകും. ഇന്നത്തെ കാലത്ത് സാധ്യത കൂടുതലല്ലേ. നന്ദി സാർ. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.